ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തമിഴ്നാട് സ്വദേശി ഡി മണിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ച SIT ചോദ്യം ചെയ്തത് ഡി മണിയെ തന്നെയെന്ന് പ്രവാസി വ്യവസായി ഉറപ്പിച്ചു പറഞ്ഞതിന് പിന്നാലെയാണ് SIT നീക്കം. ഡി മണിയുടെ കൂട്ടാളി ശ്രീകൃഷ്ണന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് SIT നിഗമനം. അതേസമയം തമിഴ്നാട്ടിലെത്തിയ SIT സംഘത്തോട് സഹകരിക്കാതെ തമിഴ്നാട് പോലീസ്. ദിണ്ടിഗൽ പോലീസ് ഇന്നലെ വൈകിട്ട് മുതൽ പിന്മാറി. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ നിന്ന് രാഹുൽ വിജയൻ, ഒപ്പം ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്. ആദ്യം ദിണ്ടിഗലിലേക്കാണ്. രാഹുൽ, ഇന്നലെ അയാൾ മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ MS മണി അല്ല, സുബ്രഹ്മണിയാണ് എന്നതാണ്. പക്ഷേ ഇത് തന്നെയാണ് MS മണി എന്ന് കൃത്യമായി തന്നെ SIT ഉറപ്പിച്ചിട്ടില്ലേ? വ്യവസായി പറയുന്നത് ഇത് തന്നെയാണ് MS മണി എന്നുള്ളതാണ്. ഏതായാലും ഇത് തന്നെയാണ് മണി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ തുടർ നീക്കങ്ങൾ SITയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? പ്രത്യേകിച്ച് തമിഴ്നാട് പോലീസ് ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് പിന്മാറിയിരിക്കുന്നത്? അവർ സഹകരിക്കാത്തത് എന്തുകൊണ്ടാണ്? അനുജ, ഇന്നലെ SIT ചോദ്യം ചെയ്ത് ഡി മണി തന്നെ എന്ന് ഉറപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഡി മണി ഇപ്പോഴും താൻ ഡി മണി അല്ല, MS സുബ്രഹ്മണിയാണ്. താനൊരു നിഷ്കളങ്കനാണ്. താൻ ചെറിയ റിയൽ എസ്റ്റേറ്റ് ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളാണ്. തന്റെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന ഓഫീസിലാണ് ഇന്നലെ കേരളത്തിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം എത്തിയത്. തന്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് ആരെയോ വിളിച്ചതിന്റെ ഭാഗമായിട്ട് ചില സംശയങ്ങൾ SITക്ക് ഉണ്ടായിരുന്നു. അത് ദൂരീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരെത്തിയതാണ് എന്നുള്ളതാണ് MS മണി ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയും ചെയ്തത്. അക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. പക്ഷേ ഇന്നലെ രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയ വ്യവസായിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, SITക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ഇന്നലെ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ SIT ചോദ്യം ചെയ്തിട്ടുള്ള ഡിണ്ടിഗലിലെ ഈ ഡി മണി ഇന്നലെ SIT ചോദ്യം ചെയ്ത ആൾ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഡി മണിയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സാമ്പത്തിക സ്രോതസ്സുകൾ ഒരുപാടുണ്ടായി, അല്ലെങ്കിൽ വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടായ ഒരാളാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 6 വർഷത്തിനിടെ ഉണ്ടായ വലിയ വളർച്ച, അത് സാമ്പത്തിക വളർച്ച, അത് നാട്ടുകാരെ തന്നെ ഞെട്ടിക്കുന്ന വിധത്തിലായിരുന്നു. സാധാരണക്കാരനായ ഒരു ഓട്ടോക്കാരൻ, അങ്ങനെയാണ് ഇവിടുത്തെ ആളുകൾക്ക് ഡി മണിയെ പരിചയമുണ്ടായിരുന്നത്. പിന്നീട് കുറച്ചുനാൾ ഓട്ടോ ഓടിച്ച് നടന്നു. അതിനുശേഷം തൊട്ടടുത്തുള്ള ഒരു തിയേറ്ററിൽ ഒരു ക്യാൻറ്റീൻ തുടങ്ങി. അവിടെ പോപ്കോൺ കച്ചവടമായിരുന്നു. അങ്ങനെ പോപ്കോൺ മണി എന്നൊരു പേര് കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നീട് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് അദ്ദേഹം ഫിനാൻസ് കമ്പനിയുമായി രംഗപ്രവേശം ചെയ്യുന്നത്. അതിനുശേഷം ഗോൾഡ് ലോൺ, ഈ ഗോൾഡ് ലോണിലേക്കൊക്കെ എങ്ങനെ എത്തി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നാട്ടുകാർക്ക് വലിയ പിടുത്തമൊന്നുമില്ല. പെട്ടെന്നൊരു ദിവസമാണ്. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള സാമ്പത്തിക വരുമാനം ഉണ്ടാകാനുള്ള സാഹചര്യം ഒന്നും മുൻപുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ പ്രാദേശികമായിട്ട് നമ്മളോട് പറയുകയും ചെയ്യുന്നത്. പിന്നീട് കുറച്ചുനാൾ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനായും അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. അദ്ദേഹം ഈ പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം ഈ പ്രസ് ക്ലബിലെ ആളുകളുമായിട്ടും അടുത്ത് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകൻ എന്ന ലേബലിലും ഇന്നലെ നമ്മളോട് വിശദീകരിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ 6 വർഷത്തിനിടയിൽ അദ്ദേഹത്തിനുണ്ടായ വളർച്ച, സാമ്പത്തികമായിട്ടുള്ള വലിയ വളർച്ച, അതാരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.